അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആടിൻ്റെ തലേണ്ട് വട ഉണ്ടാക്കി. നമ്മൾ തലക്കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, അതിൻ്റെ സ്കിന്നാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ട് അത് തലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് പാർട്സാക്കി തരും. അപ്പോൾ നമ്മൾ സ്കിൻ ക്ലീൻ ചെയ്യുകയാണ്. ഇനി അത് പാർട്സ് ചെയ്യുന്നതും കറി വെക്കുന്നതും ബാക്കി നമുക്ക് കാണിക്കാം. അപ്പോൾ വില്ലേജ് കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തലക്കറി ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ആദ്യം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. എൻ്റെ പേരെന്താണ്? കുഞ്ഞി മുഹമ്മദ്, ചട്ടിപ്പറമ്പ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഇറച്ചിയും ആടിൻ്റെ എല്ലാ പാർട്സും കിട്ടും. അക്കിക്കത്ത് ഇറക്കാനൊക്കെ സുഖമാണ്. അവർ ഇവിടുന്ന് തന്നെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ആടിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അക്കിക്കത്ത് ഇറക്കാനുള്ള അവർ അറുത്ത് തരും, അവർ കീസിലാക്കി തരും, ഒക്കെ ചെയ്ത് തരും. നമ്മളിവിടെ വന്നാൽ മതി, നല്ല സൗകര്യം. ആട് തിരഞ്ഞെടുക്കുന്നൊന്നും ആവശ്യമില്ല. തൂക്കത്തിന് ഇപ്പോൾ എത്ര ആയിട്ടാണ് കൊടുക്കുന്നത്? 420 നല്ല അക്കിക്കത്ത് ഇറക്കാൻ പറ്റിയ ആടുകൾ ഇവിടെ കിലോത്തിനാണ് തൂക്കിയിട്ട് ആ കിലോത്തിൻ്റെ വില കൊടുത്താൽ മതി. അവർ അറുത്ത് ഓരി വെച്ച് തരും. നമുക്ക് എത്ര 100 ഓരി വേണോ, 100 പീസ് വേണോ, 1/2 കിലോ വേണോ, 3/4 കിലോ വേണോ അത് പറഞ്ഞാൽ മതി. അവർ ചെയ്തു തരും. അറുക്കലും അവർ ചെയ്തു തരും. ഇങ്ങനെ തലയും കയ്യും കാലും കുറലൊക്കെ അവർ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി തരും. ഇപ്പോൾ നമ്മൾ തലക്കറിക്കുള്ളത് റെഡിയാക്കി കൊടുക്കുക. തലക്കറിയിൽ അതിലത്തെ തലച്ചോറ് ഇടുമോ? അപ്പോൾ തലച്ചോറ് മാറ്റി വെച്ചോ. അപ്പോൾ ഫ്രണ്ട്സ്, തലക്കറിയിൽ നിങ്ങൾ തലച്ചോറ് ഉപയോഗിക്കണ്ട, അതാണ് മാറ്റി വെച്ചാൽ. ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് പാർട്സാക്കി അവർ തന്നു. അതിൻ്റെ തലച്ചോറ് ഒഴിവാക്കിയിട്ട് പല്ലൊക്കെ ഒഴിവാക്കണം അല്ലേ? പല്ലൊക്കെ ഒഴിവാക്കിയിട്ടാട്ടോ തലക്കറി ഉപയോഗിക്കുന്നത്. പല്ല് ഒഴിവാക്കി. കണ്ണും ഒഴിവാക്കുക അല്ലേ? കണ്ണൊന്നും തലക്കറിയിൽ വേണ്ട. ഇപ്പോൾ ഫുള്ളായില്ലേ? അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് കഴുകി കറിയുടെ മസാലകളും മറ്റു പരിപാടികളും ടേസ്റ്റിങ്ങൊക്കെ ബാക്കി കാണിക്കാം. അപ്പോൾ ചട്ടിപ്പറമ്പിലെ കുഞ്ഞു മുഹമ്മദ് ഖാൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കി കുക്കിംഗ് പരിപാടികൾ നമ്മൾ തുടരും. നല്ല കൊറ്റനാടാണ്. അതിൻ്റെ ആരോഗ്യം കൊണ്ട് ഇറച്ചി തുള്ളുന്നുണ്ടാവും. നമ്മൾ തലക്കറിക്കെടുത്ത ആടിൻ്റെ കുറവ് ഭാഗങ്ങളാണ്. ഇങ്ങനത്തെ കൊറ്റനെ സെലക്ട് ചെയ്യണം. തുള്ളുന്നുണ്ട് ഇറച്ചി. കുറകാണ് ആ തുള്ളുന്നത്. കടന്നിട്ട് ഇടത് ഇടക്കൗത്ത്. ഇത് മലാക്കുള്ളത് നടുമുള്ള ചിലപ്പം കൂടും. കാൽക്കുറക് ഇടക്കൗത്ത് മൊല്ലാക്കല്ലേ? അങ്ങനെ പൂര. അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം. പൂരക്ക് കേടുള്ള. അപ്പോൾ നമ്മൾ ആടിൻ്റെ മട്ടൻ തലക്കറി ഉണ്ടാക്കാനുള്ള തല കഷ്ണിച്ച് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ പുരട്ടി വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് ആഡ് ചെയ്യാം.
പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം, 1 സ്പൂണ്. അടുത്തത് മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്. 2.5 കേട്ടോ മല്ലിയല്ലേ. കുരുമുളക് പൊടി ഒരു 1/2 സ്പൂണ്. ഉപ്പ് പാകത്തിന് ഇടുക, കുറച്ച് കമ്മിയാക്കി ഇടുക, വേണമെങ്കിൽ പിന്നെ കൂട്ടാലോ. അടുത്തത് ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ. 2 അല്ലി വേപ്പിൻ്റെ ഇല. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ എല്ല് ഷാർപ്പായി നിൽക്കുന്നുണ്ടാവും. അപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇടാം ഒന്ന് വേവിക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ തലക്കറി ചൂടാക്കി വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായാൽ കുറച്ച് വലിയ ജീരകം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല, ഒരു പട്ടയും ഏലക്കായും കറാമ്പും ഒക്കെ ഓരോന്നെടുത്തിട്ട് ആ ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില ഇടുക. അടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളക്, ചെറിയ ഉള്ളിയാണ് നല്ലത് മട്ടനക്ക്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ പരമാവധി ചെറിയ ഉള്ളി, ചുവന്ന ഉള്ളി ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം, നല്ലോണം വാടി വരട്ടെ. അപ്പോൾ നമ്മളെ ചെറിയ ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തലക്കറി തുറന്നു നോക്കാം. അയ്യോ, ഇത് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കിയ കുക്കറൊന്ന് ചുഴറ്റി കുറച്ചൊരു വെള്ളം ഇരുന്നോട്ടെ, വെള്ള രൂപത്തിലായിരിക്കട്ടെ. ഞാൻ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആ ചെറിയ ഉള്ളിയും മസാലയും ഒന്നുകൊണ്ട് മിക്സ് ആയിക്കോട്ടെ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് പിന്നെ ഗരം മസാല പൊടിച്ചിട്ടും ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി വറ്റിച്ച കറി തീരെ ഉണ്ടാവില്ല, തലക്കറി ആകുമ്പോൾ കുറച്ച് കറി വേണം. അപ്പോൾ ഇനി നമുക്ക് വാങ്ങാം, ഇന്ന് ടേസ്റ്റിങ്ങിലേക്ക് പോവാം. കമാൺ. അപ്പോൾ നമുക്ക് മട്ടൻ തലക്കറി ടേസ്റ്റിംഗ് ഘട്ടത്തിലേക്ക് പോവാം.
എരിവ് ഒരിത്തിരി കമ്മി, ഒരിത്തിരി കൂടി കുരുമുളക് പൊടി ഇടേണ്ട, അതായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ, കുഴപ്പമില്ല. ഈ രീതി തന്നെ നിങ്ങൾ പരീക്ഷിക്കണമെന്നില്ല, എൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.